അസ്സലാമലൈക്കും. ഇന്ന് നൗനിക്ക റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് മഴക്കാലമാകുമ്പോൾ മാത്രം കിട്ടുന്നൊരു സാധനമാണ്. ഒരു വയറിൻ്റെ അസുഖങ്ങൾക്കും ശ്വാസമുട്ടലിനും ഒരുവിധ അസുഖങ്ങൾക്ക് നല്ലതാണെന്നാണ് ഇത് പറഞ്ഞ് കേൾക്കുന്നത്. കാരണന്മാരൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാണ് കേട്ടോ, നമുക്കറിയില്ല. അപ്പോൾ അത് തലേന്ന് ഞങ്ങൾ കൊടുന്നിട്ട് നല്ല കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. എന്നിട്ടിപ്പോൾ ഉണ്ടാക്കാൻ നേരത്ത് ഒന്നുപാടൊക്കെ ഞാൻ 5-10 പ്രാവശ്യം ഒന്ന് കഴുകിക്കണ്ട. ചളിയൊക്കെ ഉണ്ടാവുമല്ലോ, പാടത്തും വെള്ളത്തിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സാധനമല്ലേ. അപ്പോൾ ഓവറായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു കുറച്ച് ഞങ്ങൾക്ക് പൂതിക്ക് ഉണ്ടാക്കാനുള്ളതന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ തലേന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പിടിച്ച് ഉണ്ടാക്കിയതിന് ടേസ്റ്റ് പറഞ്ഞപ്പോൾ ഞങ്ങളും പോയി നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് കിട്ടി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി കഴുകിയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടൊന്ന് അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ അടുപ്പത്ത് വെച്ച് വെന്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കണ്ട പുറത്ത് വന്നിക്കണം. അപ്പോൾ ഞാൻ ആ വീഡിയോ എൻ്റെ കട്ടായി പോയിക്കുണ്ടാവും, വേവിക്കുന്നെടുത്ത വീഡിയോ. എന്നിട്ട് ഞാൻ അതിൽ നിറച്ചൊന്നും പാടിക്ക വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഇതിൽ നിന്ന് അറെടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ഈർക്കളി വെച്ചിട്ടാണ് ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അറെടുക്കുന്നത്. ഈർക്കളി വെച്ചിട്ട് എടുക്കുമ്പോഴേ ഇതുപോലെ വേഗം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടും കേട്ടോ സംഭവം. എന്നിട്ട് അതിൽ നിന്നുള്ള ഇതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് അതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുകയും ചെയ്യണം. അപ്പോൾ തന്നെ അത് എടുത്ത് ഒഴിവാക്കിയാൽ പിന്നെ അതൊരു പണി, പിന്നെ നിൽക്കണ്ടല്ലോ. ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയും ചെയ്യാം. ഇതേപോലെ കേട്ടോ സാധനം ഉണ്ടാവൽ. പിന്നെ ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ഇങ്ങനെ അറടുത്ത് എടുക്കട്ടോ. ഇത് നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു സാധനമാണ്. മഴക്കാലം ആയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതും ചില ഭാഗങ്ങളിലൊന്നും ഉണ്ടാവില്ല, ചില സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടക്കൊക്കെ അത് ഫ്രൈ റോസ്റ്റൊക്കെ ആക്കിയിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫുള്ളും അറടുത്ത് വെച്ചേക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കറണ്ടൊന്ന് പോയിക്കണം. പിന്നെ അതൊന്നും പാടിക്ക് നന്നായിട്ടൊന്ന് 3-4 പ്രാവശ്യം ഒന്ന് പറയാൻ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി എടുത്തേക്കാണ്. ഇനി അതിലേക്ക് ഒന്ന് മുളകൊന്ന് തേച്ചിട്ട് മസാല തേച്ച് വെക്കണം കേട്ടോ. ഓവറായിട്ടില്ല, അതിൻ്റെ ഒരു പകുതി മാത്രം ലേശം ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എരിവിൻ്റെ ആവശ്യത്തിനല്ല, ഇതിൽ കുരുമുളകാണ് ചേർക്കൽ. പക്ഷേ അതിനൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തതാണ്. അതുപോലെ സുറുക്കയും ഒഴിച്ച് കൊടുത്തിരിക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുത്തിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണം. ഇനി അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല കേട്ടോ ഇട്ട് കൊടുത്തിക്കണത്. ഇനി അതിലേക്ക് ഈ മസാല തേച്ച് വെച്ച ഈ നൗനിക്ക അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇതൊരു വഴുവഴുപ്പ് ഉണ്ടാവും ചിലപ്പോൾ, അത് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റിനും മാറ്റമുണ്ട്, നമുക്ക് ഓവറായിട്ട് വഴുവഴുപ്പ് ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിക്കണം കേട്ടോ. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിക്കണം കേട്ടോ. ഇനി ആ ചട്ടിയിൽ തന്നെ കുറച്ചും പാടി ഞാൻ വെളിച്ചെണ്ണ ഒന്ന് പാടെ ഒഴിച്ച് കൊടുത്തിക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂണും പാടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് തക്കാളി, പച്ചമുളക്, സവാള ഒക്കെ ഇട്ട് കൊടുത്തിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് കിട്ടിയാൽ എത്രയാണ് ഉള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 3 സവാളയും 3 തക്കാളി ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വാടി വഴണ്ടി വന്നിക്കണം കേട്ടോ. ഇനി അതിലേക്ക് മസാലപ്പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. 2.5 ടീസ്പൂൺ കുരുമുളകും അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്.
ഇനി ഇതിലേക്ക് മുളകും പൊടി ചേർക്കില്ല കേട്ടോ. ഇത് കുരുമുളകിലാണ് അധികം ഉണ്ടാക്കൽ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കൽ ഇതിലേക്ക് കുരുമുളകാണ്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത ഇതുണ്ടല്ലോ, അതും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്ന മസാല. ഇതിൽ മറ്റേത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തല്ലേ, അപ്പോൾ ഈ മസാലയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി ആ മസാലയിൽ കിടന്നിട്ട് ആ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പാടിക്കൊന്ന് റോസ്റ്റ് രൂപത്തിലൊന്ന് വറ്റിച്ചെടുക്കട്ടോ. ഒന്ന് ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പാടിക്കൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്ത സാധനമാണ്, എന്നാലും നമുക്ക് ഇതിൽക്കൊന്ന് ഒരു ഗ്രേവി രൂപത്തിലാവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല സെറ്റായി വന്നിരിക്കണം കേട്ടോ. നല്ലൊരു പ്രത്യേക മണമാണ് ആ ഗരം മസാലേൻ്റെയും. പിന്നെ ഇത് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത്, അത് കാരണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ലെവലായി വന്നിരിക്കണം. ഇനി അതിലേക്ക് ലാസ്റ്റ് കറിവേപ്പിൻ്റെ ഇല ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് ഇറക്കി വെക്കാം. ഇതുപോലെ ഈ നവനിക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആവണം. ചില ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കി ഈ രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടക്കൊക്കെ ഉണ്ടല്ലോ, സൂപ്പറാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.